ഇനി പ്രതീക്ഷയില്ലേ? ദൈവം എന്ന നിലയിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, സ്വർഗത്തിലെ ക്രിസ്ത്യാനികൾക്കായി അവൻ നിർവഹിക്കാൻ പോകുന്ന പൂർണ്ണവും ശാശ്വതവുമായ പ്രവൃത്തിയുടെ മുൻനിഴലാകുന്നു. താങ്കളുടെ മകൾ മരിച്ചു, ഇനി ഒരിക്കലും അവൾ ജീവിക്കില്ല എന്നത് നിരാശാജനകമാണ്. മാർക്കോസ് 5:21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയും. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവരോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലേ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തലീഥാ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറെയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരൂ എന്ന് ദൈവം എല്ലാ നിരാശരായ ആളുകളെയും ഉത്ബോധിപ്പിക്കുന്നു. പുതിയ ക്രിസ്ത്യാനി ഉടൻ തന്നെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാം. അവിടെ നമ്മുടെ എല്ലാ വേദനകളും രോഗങ്ങളും എന്നേക്കുമായി സുഖപ്പെടും. തികഞ്ഞ സന്തോഷം, തികഞ്ഞ ശരീരം, തികഞ്ഞ ബന്ധങ്ങൾ, അവസാനമില്ലാത്ത തികഞ്ഞ സ്നേഹം. അവൾ ഒരിക്കലും സൗഖ്യപ്പെടുകയില്ലെന്ന് കരുതിയ ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയപ്പോൾ യേശു എന്തു ചെയ്തു? എപ്പിസോഡ് 7 കാത്തിരിക്കുക. ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, അത് അവിടുന്നാണ്. ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ, ജീവിതത്തിൻ്റെ മുള്ളുകൾ രക്തസ്രവം ഉണ്ടാകുന്നതുവരെ അവ തുളച്ചു കയറുമ്പോൾ നമ്മോട് സഹതാപം തോന്നുന്ന ഒരാൾ, അതിശയകരമായ സ്നേഹം നൽകുന്ന, നമുക്ക് ആവശ്യമുള്ള വളരെ വളരെ അനുഗ്രഹം മാത്രം നൽകുന്നവൻ, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? പാപിക്ക് സമാധാനം നൽകുവാൻ ആർക്ക് കഴിയും? അവൻ്റെ ഹൃദയം ഭാരം പേറുമ്പോഴും വേദനയും കഷ്ടപ്പാടും കൊണ്ട് നിറയുമ്പോഴും മാപ്പ് നൽകുന്ന വചനം സംസാരിപ്പാൻ ആർക്കാണ് കഴിയുക? അത് മധുരമായ മോചനം നൽകുന്നു. ആരുടെ രക്തമാണ് നമ്മെ കഴുകുന്നത്, നമ്മെ മഞ്ഞുപോലെ വെളുപ്പിക്കുവാൻ കഴിയുന്നത്? നമ്മെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? അന്ത്യം അടുത്തു വരുമ്പോൾ, മരണത്തിൻ്റെ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ, മരണത്തിൻ്റെ ഇരുണ്ട ജലം നമ്മുടെ അരികിലാകുമ്പോൾ ആരാണ് നമ്മുടെ മുമ്പിൽ വഴികാട്ടുക? നമ്മുടെ സംശയങ്ങളെയും ഭയങ്ങളെയും മായ്ച്ചു കളയുകയും ചെയ്യുന്നവൻ, നമ്മുടെ ആത്മാക്കളെ വഹിക്കുകയും ചെയ്യുന്നവൻ, ജീവിത വേലിയേറ്റത്തെ
സുരക്ഷിതമായി മറികടക്കുവാൻ സഹായിക്കുന്നവൻ. അതെ, അങ്ങനെ ഒരുവൻ മാത്രമേയുള്ളൂ, അനുഗ്രഹീതനായ യേശു. അവിടുന്നാണ് ആ ഒരേ ഒരുവൻ. ദുരിതങ്ങൾ ആത്മാവിനെ ബാധിക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ തിരമാലകൾ ഉരുണ്ടുകൂടുമ്പോൾ താങ്കളെ സഹായിക്കുവാൻ ഉള്ള ഒരു സുഹൃത്ത് വേണം. അവിടുന്നാണ് ആ ഏകൻ, മാധുര്യവാനായ യേശു ക്രിസ്തു.